അന്റാർട്ടിക്കയെ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ആ 9 അംഗ സംഘം അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നു. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് വലിയൊരു ദുരന്തമായിരുന്നു. അവർ സഞ്ചരിച്ചിരുന്ന സീപ്ലെയിൻ ഒരു മഞ്ഞുമലയിൽ ഇടിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും തകർന്നു പോവുകയാണ്. അന്റാർട്ടിക്കയിലെ കൊടും തണുപ്പിനെ അതിജീവിച്ച് അവർ ജീവന് വേണ്ടി മല്ലിട്ടത് 14 ദിവസങ്ങളായിരുന്നു. പിന്നെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് അന്റാർട്ടിക്കയിൽ നടന്ന ആദ്യ വിമാന ദുരന്തത്തിൻ്റെ കഥയിലേക്കും അതിൽപ്പെട്ട് അതിജീവിച്ച 6 പേരുടെ സംഭവബഹുലമായ ലോകത്തെ ഞെട്ടിച്ച കഥയിലേക്കുമാണ്. വെൽക്കം ബാക്ക് ടു AF വേൾഡ്. അഫ്ലു ഹിയർ. വർഷം 1946. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ ശ്രദ്ധ അന്റാർട്ടിക്കയിലേക്ക് തിരിയുകയാണ്. ആരും അന്നേ വരെ പൂർണ്ണമായിട്ടും ക്ലെയിം ചെയ്തിട്ടില്ലാത്ത, പിടിച്ചെടുത്തിട്ടില്ലാത്ത അന്റാർട്ടിക്കയെ പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി അമേരിക്ക പതിയെ തന്ത്രങ്ങൾ മെനയാൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 1946 ഡിസംബർ മാസത്തിൽ വലിയൊരു ക്രൂവിനെ തന്നെ അങ്ങോട്ടേക്ക് അമേരിക്ക അയക്കുകയാണ്. ആ കൂട്ടത്തിൽ 13 കപ്പലുകളും 33 പ്ലെയിൻസും 5000-ലധികം വരുന്ന ആളുകളും ഉണ്ടായിരുന്നു. ഇവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അന്റാർട്ടിക്കയിലേക്ക് എത്തിച്ചേരുക, അന്റാർട്ടിക്കയെ പിടിച്ചെടുക്കുക, അവിടെ അമേരിക്കയുടെ ബേസുകൾ സ്ഥാപിക്കുക എന്നിവയൊക്കെ തന്നെയായിരുന്നു. ആ കൂട്ടത്തിൽ G1 അഥവാ ജോർജ് 1 എന്ന വിമാനവും ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ആ 9 ആളുകൾ ആ വിമാനത്തിലേക്ക് കയറുകയും അന്റാർട്ടിക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ സീപ്ലെയിൻ പറന്നുയരുകയും ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് ആ വിമാനത്തിലുണ്ടായിരുന്നത് 2 പൈലറ്റുമാരും റേഡിയോമാനും മെക്കാനിസ്റ്റും നാവിഗേറ്ററും ഫോട്ടോഗ്രാഫറും ഷിപ്പിൻ്റെ ക്യാപ്റ്റനും ഉൾപ്പെടെയുള്ള 9 അംഗ സംഘമായിരുന്നു. 9 ആളുകളായിരുന്നു. വളരെയേറെ മോശം കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുൻപോട്ടേക്കുള്ള തങ്ങളുടെ യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നത്. വലിയ ശക്തമായ രീതിയിലുള്ള കാറ്റപ്പോഴും വീശിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതിശൈത്യം അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയും വിമാനം 300 മീറ്ററിന് മുകളിലേക്ക് ഉയർത്താൻ കഴിയാത്തൊരവസ്ഥയിലൂടെ തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിന് നേർക്ക് അവർ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഏറെക്കുറെ 3 മണിക്കൂറോളം അവർ തങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അന്റാർട്ടിക്കയുടെ തീരത്തേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. അവിടെ എത്തുന്നതോട് കൂടിയിട്ട് പിന്നെയും കാലാവസ്ഥ, അന്തരീക്ഷം വലിയ തോതിൽ തന്നെ രൂക്ഷമായി മാറുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള കാറ്റ് അവർക്ക് നേർക്ക് വീശിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മുമ്പിലുള്ളതൊന്നും തന്നെ കാണാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്ന എത്ര ഉയരത്തിലാണ് തങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഓൾട്ടിമീറ്ററും പ്രവർത്തനരഹിതമാവുകയാണ്. മുമ്പോട്ടേക്ക് എങ്ങനെ പോകും, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലേക്ക് പതിയെ ആ 9 അംഗ സംഘം എത്തിച്ചേരുകയാണ്. ഈ ഒരു അവസരങ്ങളിലും അവർ വിചാരിച്ചിരുന്നത് 300 മീറ്ററോളം ഉയരത്തിൽ തന്നെയാണ് തങ്ങളുടെ വിമാനം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യമായിരുന്നു. എന്നാൽ അന്റാർട്ടിക്കയിലെ വലിയ വലിയ മലനിരകൾ കാരണം അവരുടെയും മലനിരകളുടെയും ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് വളരെയേറെ കുറവായിരുന്നു. അതായത് അന്റാർട്ടിക്കയുടെ ഉപരിതലത്തോട് വളരെ ചേർന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ വിമാനം മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും അറിയാതെ, മുന്നിലുള്ളതൊന്നും കാണാൻ കഴിയാതെ വളരെ മോശം കാലാവസ്ഥയിലൂടെ ആ വിമാനം പിന്നെയും മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥ വന്നതോട് കൂടിയിട്ട് വിമാനത്തിൻ്റെ പൈലറ്റായിട്ടുള്ള ഫ്രഞ്ചി കപ്പലിലേക്ക് വിവരം അറിയിക്കുകയാണ്. തങ്ങൾ ഈ ഒരു മിഷൻ ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയും തിരിച്ചു വരാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം അറിയിപ്പ് നൽകുകയും പിന്നീട് അങ്ങോട്ട് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് അയാൾ നീങ്ങുകയും ചെയ്യുകയാണ്. എന്നാൽ വളരെ പെട്ടെന്ന് വെച്ചുകൊണ്ടാണ് ആ ഒരു കാര്യം സംഭവിച്ചത്. ഉയർന്നു നിന്നിരുന്ന ഒരു മഞ്ഞുമലയുടെ അഗ്രഭാഗത്ത് വിമാനത്തിൻ്റെ താഴ്ഭാഗം ഇടിക്കുകയും വിമാനത്തിൽ വലിയൊരു ദ്വാരമുണ്ടാവുകയും വിമാനത്തിൽ ഉണ്ടായിരുന്ന ഏറെക്കുറെ 5000 ലിറ്ററുകളോളം വരുന്ന ഇന്ധനം പൂർണ്ണമായും പുറത്തേക്ക് ഒഴുകുകയും വലിയൊരു തീപിടുത്തം തന്നെ ഉണ്ടാവുകയും ഏറ്റവും ഒടുവിൽ നിയന്ത്രണം നഷ്ടമായി ആ സീപ്ലെയിൻ 9 ആളുകളോടുകൂടെ അന്റാർട്ടിക്കയുടെ മഞ്ഞു പുതച്ച് കിടക്കുന്ന ഉപരിതലത്തിലേക്ക് ഇടിച്ചിറങ്ങുകയും ചെയ്യുകയാണ്. താഴേക്ക് ഇടിച്ചിറങ്ങിയ ആ വിമാനം പൂർണ്ണമായും തകർന്നു പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ തന്നെ വിമാനത്തിലുണ്ടായിരുന്ന ഹെൻഡേഴ്സിനും ലോപ്പസും മരണത്തിന് കീഴടങ്ങി. ബാക്കിയുള്ളവർക്ക് ജീവനുണ്ട്, പക്ഷെ അവർക്കും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് പരിക്കുകൾ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. വിമാനത്തിൻ്റെ പൈലറ്റായിരുന്ന ഫ്രഞ്ചിയുടെ ശരീരത്തിലാകമാനം വലിയ തോതിൽ തന്നെ പൊള്ളലേറ്റ അവസ്ഥയിലായിരുന്നു. ഒന്ന് അനങ്ങാൻ പോലും അയാൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഫ്രെഡ് വില്യംസിൻ്റെ കാര്യമാണെങ്കിൽ അയാളുടെ മുഖത്ത് വ്യത്യസ്ത തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അയാളുടെ പുറത്തിന് കാര്യമായിട്ടുള്ള എന്തോ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അനങ്ങാനോ ഒന്ന് തിരിയാനോ പോലും കഴിയാത്ത അവസ്ഥയിൽ അയാൾ നിലത്ത് തന്നെ കിടക്കുകയാണ്.
എന്തൊക്കെ തന്നെയായാലും വലിയൊരു അപകടത്തിലേക്കാണ് തങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ആ അതിജീവിച്ച ആളുകൾ പതിയെ തിരിച്ചറിയുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം റിമോട്ടഡ് ആയിട്ടുള്ള, ഏറ്റവും അധികം ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു അപകടത്തിൽ തങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഇവിടെ നിന്നും അതിജീവിച്ച് പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്റാർട്ടിക്കയുടെ തണുപ്പിന് അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റൂ. തങ്ങളെ തേടി ആരെങ്കിലും വരുന്നതുവരെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ളതൊക്കെ തന്നെയും ചെയ്തേ തീരൂ എന്ന കാര്യം അവർ തിരിച്ചറിയുകയാണ്. അതിനടിസ്ഥാനത്തിൽ ആദ്യം തന്നെ ഈ തണുപ്പിന് അതിജീവിച്ച് സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടി ഒരു ഷെൽട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ അവർ തിരഞ്ഞെടുത്തത് വിമാനത്തിൻ്റെ തകർന്നു പോയിട്ടുള്ള ഒരു ഭാഗത്തെയായിരുന്നു. മാത്രമല്ല തീർത്തും അവിചാരിതമായിട്ട് വിമാനത്തിൻ്റെ തകർന്ന ഭാഗങ്ങൾക്കിടയിൽ നിന്നും ഒരു പാരച്യൂട്ട് കൂടെ അവർക്ക് ലഭിക്കുകയാണ്. അതുപയോഗിച്ചുകൊണ്ട് അന്റാർട്ടിക്കയിലെ കടുത്ത തണുത്ത കാറ്റിന് അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു വിമാനത്തിൻ്റെ പൊട്ടിപ്പോയിട്ടുള്ള ഭാഗത്തെ അവർ കവർ ചെയ്തു വെക്കുകയും അതിനകത്ത് ഒരു ഷെൽട്ടർ അവർ സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല വിമാനത്തിൻ്റെ തകർന്നു കിടക്കുന്ന ഭാഗങ്ങൾക്കിടയിൽ അവർ ശക്തമായ രീതിയിലുള്ള തിരച്ചിലുകൾ നടത്തുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ അവർക്ക് അവിടെ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ചില സ്ലീപ്പിംഗ് ബാഗുകളും ഏതാനും ഫുഡ് പ്രൊഡക്ട്സ്, ചില ക്യാൻഡ് ആയിട്ടുള്ള മീറ്റ്, അതേപോലെ തന്നെ സൂപ്പ് തുടങ്ങിയൊക്കെ തന്നെയും അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ചില ടെൻറ്റുകളൊക്കെ തന്നെയും അവർക്ക് അവിടെ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്ക് വില്യംസിൻ്റെ കാര്യം വളരെയധികം മോശമായി തുടങ്ങിയിരുന്നു. അയാളെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റാൻ പോലും കഴിയാത്തത്ര മോശം അവസ്ഥയിലേക്ക് അയാൾ പതിയെ ചെന്നെത്തിയിരുന്നു. അതിനാലൊക്കെ തന്നെയും അയാൾക്ക് ചുറ്റും വിമാനത്തിൻ്റെ തകർന്നു പോയിട്ടുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു ഷെൽട്ടർ ബാക്കിയുള്ള ആളുകൾ ചേർന്ന് നിർമ്മിക്കുകയും അയാൾ ഒരു സ്ലീപ്പിംഗ് ബാഗിലേക്ക് പതിയെ ഇടുകയും അതുകൊണ്ട് അയാളെ മൂടുകയും ഒക്കെ ചെയ്യുകയാണ്. സമയം മുന്നോട്ടേക്ക് പോകുന്തോറും വില്യംസിൻ്റെ അവസ്ഥ പിന്നെയും മോശമായി വന്നുകൊണ്ടേയിരുന്നു. ഇന്റേണൽ ബ്ലീഡിങ്ങും മറ്റും കാരണം പതിയെ അയാൾ ഈ ഒരു ലോകത്തോട് വിട പറഞ്ഞു. 9 ആളുകളുമായിട്ട് തുടങ്ങിയ യാത്ര ഇവിടെ എത്തി നിൽക്കുമ്പോൾ 6 ആളുകളായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. 3 ആളുകൾ മരണത്തിലേക്ക് വഴുതി വീണിരിക്കുന്നു. തങ്ങളെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കുമെന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ ആ 6 ആളുകളും ഏറെക്കുറെ -20 ഡിഗ്രി സെൽഷ്യസിലധികം വരുന്ന കൊടും തണുപ്പിനെയും അതിജീവിച്ചുകൊണ്ട് അവിടെ കാത്തിരിപ്പ് തുടരുകയാണ്. ഈ 9 ആളുകളും പറന്നുയർന്ന ഇവരുടെ മദർഷിപ്പായിട്ടുള്ള പൈൻ ഐലൻഡ് ഈ അപകടം സംഭവിച്ച സ്ഥലത്ത് നിന്ന് ഏറെക്കുറെ 500 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തായിരുന്നു. മാത്രമല്ല അന്റാർട്ടിക്കയിലെ വളരെയധികം മോശം കാലാവസ്ഥയിലൂടെയാണ് അവർ ആ സമയത്ത് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിനാലൊക്കെ തന്നെയും ഒരു റെസ്ക്യൂ മിഷൻ എന്ന് പറയുന്നത് ഏറെ ദുർഘടം നിറഞ്ഞതായിരുന്നു. ഇതേ സമയം ഷിപ്പിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോർജ് 1 എന്ന വിമാനവുമായി പുറപ്പെട്ട ആ 9 ആളുകൾക്ക് അരുതാത്തതായിട്ട് എന്തോ സംഭവിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. അവർ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള റെസ്ക്യൂ മിഷനുകളിലേക്കൊക്കെ തന്നെയും അവർ നീങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കാലാവസ്ഥ അവിടെയും വലിയൊരു വില്ലനായി മാറുകയാണ്. അതിശക്തമായിട്ടുള്ള കാറ്റും വളരെ മോശം കാലാവസ്ഥയും കാരണം രക്ഷാദൗത്യത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. മാത്രമല്ല വെള്ളത്തിൽ മാത്രം ഇറക്കാൻ കഴിയുന്ന രീതിയിലുള്ള സീപ്ലെയിൻ ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ ഒരു റെസ്ക്യൂ മിഷൻ നടത്താനായിട്ട്. അതും അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു. അത്തരത്തിൽ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. 3 ദിവസം അന്തരീക്ഷം ശാന്തമാകുന്നതിന് വേണ്ടി അവർ കാത്തിരിപ്പ് തുടരുകയാണ്. ഇതേ സമയം ക്രാഷ് സൈറ്റിലും അവസ്ഥ വളരെയധികം മോശമായിരുന്നു. ഫ്രഞ്ചിയുടെ ആരോഗ്യം പതിയെ ക്ഷയിച്ചു തുടങ്ങുകയാണ്. ഫ്രോസ്റ്റ് ബൈറ്റും ഡീഹൈഡ്രേഷനും ഒക്കെ അയാളെ വലിയ തോതിൽ തന്നെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും പിന്നെയും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നടത്തിയ ചില തിരച്ചിലുകൾക്കൊടുവിൽ അവർക്കൊരു ഗ്യാസ് സ്റ്റവ് കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയാണ്. മാത്രമല്ല വിമാനത്തിൻ്റെ ഒരു സെപ്പറേറ്റ് ടാങ്കിൽ നിന്നുള്ള ഫ്യൂവൽ കൂടെ കിട്ടിയതോടുകൂടെ ആ ഗ്യാസ് സ്റ്റവ് ഉപയോഗിച്ചുകൊണ്ട് തീ കത്തിക്കുകയും അതിലൂടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ക്യാൻഡ് ഫുഡൊക്കെ തന്നെയും വേവിച്ച് അവർ ഭക്ഷിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ദിവസത്തിൽ 2 നേരം ഭക്ഷണം കഴിക്കുക എന്ന രീതിയിലാണ് വളരെയധികം ചുരുങ്ങിയ ഭക്ഷണം ഉപയോഗിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് തള്ളി നീക്കിയിട്ടുണ്ടായിരുന്നത്. 4ാമത്തെ ദിവസമാകുമ്പോൾ വിമാനം തകർന്നു വീണ ഭാഗത്തെ അന്തരീക്ഷം പതിയെ ശാന്തമാകുന്നുണ്ട്. തണുപ്പും കാറ്റും മൂടൽമഞ്ഞുമൊക്കെ കുറഞ്ഞു തുടങ്ങുന്നുണ്ട്. അതോടുകൂടെ തന്നെ അവർ ആ ഒരു ഷെൽട്ടറിൽ നിന്ന് വിമാനത്തിൻ്റെ തകർന്ന ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മരണപ്പെട്ട 3 ആളുകളുടെയും മൃതദേഹങ്ങൾ മഞ്ഞിൽ കുഴിച്ചു മൂടാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യുകയാണ്. റെസ്ക്യൂ ടീമൊക്കെ വന്ന് സെർച്ചിങ് ടീമൊക്കെ വന്നിട്ട് നോക്കുന്ന അവസരത്തിൽ, തിരയുന്ന അവസരത്തിൽ ഈ 3 ആളുകളുടെയും മൃതദേഹങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ മൃതദേഹങ്ങളുടെ അടുത്തായിട്ട് ചില മെറ്റൽ പീസുകൾ കൂടെ അവർ വെക്കുകകൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. മെറ്റൽ ഡിറ്റക്ടർ മറ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരുടെ മൃതദേഹം കണ്ടെത്താനാകുമെന്നൊരു കാര്യം കൊണ്ടാണ് ഇത്തരമൊരു കാര്യം അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
മണിക്കൂറുകൾ പിന്നെയും കടന്നു പോവുകയാണ്. അപകടം നടന്ന് 5-ാം ദിവസത്തിൽ അവർ എത്തിച്ചേരുകയാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം പതിയെ പതിയെ തീരാൻ പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ പുറത്തേക്ക് ഇറങ്ങി ആ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കാര്യമായ തിരച്ചിലുകൾ നടത്തിയിട്ടുണ്ടായിരുന്ന റോബിൻസിന് അവിടെ നിന്നും ഒരു ക്യാമറ കണ്ടെത്താൻ സാധിക്കുകയാണ്. ഈ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയ ഫോട്ടോഗ്രാഫറുടേതായിരുന്നു ആ ക്യാമറ. ആ ക്രാഷ് സൈറ്റിൻ്റെയും തകർന്നു വീണ വിമാനത്തിൻ്റെയും അവർ സജ്ജമാക്കിയിട്ടുള്ള ഷെൽട്ടറിൻ്റെയും മറ്റുമൊക്കെ ഏതാനും ചില ഫോട്ടോകളെല്ലാം തന്നെ റോബിൻസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ക്യാമറ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും മറക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ സ്ലീപ്പിംഗ് ബാഗിനോട് ചേർത്ത് അയാൾ വെക്കുകയും ചെയ്യുന്നുണ്ട്. മണിക്കൂറുകൾ, ദിവസങ്ങൾ പിന്നെയും കടന്നു പോവുകയാണ്. 7-ാമത്തെ ദിവസം എത്തുമ്പോൾ ഷിപ്പിൻ്റെ ഭാഗത്തുള്ള അന്തരീക്ഷം പൂർണ്ണമായിട്ടും ശാന്തമാകുന്നുണ്ട്. അതോടുകൂടി തന്നെ സീപ്ലെയിൻ എടുത്തുകൊണ്ട് ജീവൻ എന്ന വിമാനത്തെയും അതിലുണ്ടായിരുന്ന 9 ആളുകളെയും തിരഞ്ഞുകൊണ്ട് റെസ്ക്യൂ ടീം ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ ഒരു അപകടം സംഭവിക്കുന്നതിന് ഏറെക്കുറെ അരമണിക്കൂർ മുൻപേ ഉണ്ടായിരുന്ന അവരുടെ കൃത്യമായിട്ടുള്ള ലൊക്കേഷനും മറ്റുമൊക്കെ ഷിപ്പിലേക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രീതിയിൽ തന്നെയാണ് അന്വേഷണങ്ങൾ, തിരച്ചിലുകൾ ഇവർ നടത്താൻ ആരംഭിച്ചിരുന്നത്. മണിക്കൂറുകൾ ഒരുപാട് ഇത്തരത്തിലുള്ള തിരച്ചിലുകളുമായിട്ട് റെസ്ക്യൂ ടീം മുന്നോട്ടേക്ക് പോവുകയാണ്. പക്ഷെ ഒരിക്കലും തകർന്നു വീണ വിമാനത്തെയോ അതിൽ അതിജീവിച്ച 6 ആളുകളെയോ കണ്ടെത്താൻ കഴിയാതെ പോവുകയാണ് അവർക്ക്. എന്തൊക്കെ തന്നെയായാലും ഈ വിമാനം തകർന്നു വീണ ഭാഗത്തിൻ്റെ ഏറെക്കുറെ 20 കിലോമീറ്റർ അടുത്തുകൂടെ പോലും ഈ റെസ്ക്യൂ ടീം പറന്നു പോകുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. എങ്കിലും അവർക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയാതെ പോവുകയാണ്. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് കാലാവസ്ഥ വലിയ തോതിൽ തന്നെ മോശമായതോടു കൂടിയിട്ട് അവർ തിരിച്ച് ഷിപ്പിലേക്ക് തന്നെ പറക്കുകയാണ്. പിന്നീട് വന്ന ചില ദിവസങ്ങളിലും കാലാവസ്ഥ വളരെയേറെ മോശമായിരുന്നു. റെസ്ക്യൂ മിഷൻ ഒന്നും തന്നെ നടത്താൻ കഴിയാത്തൊരവസ്ഥയിലൂടെ തന്നെയാണ് അവർ കടന്നു പോയിരുന്നത്. എന്നാൽ ഇതേ സമയം ക്രാഷ് സൈറ്റിൽ അവിടെ ഉണ്ടായിരുന്ന ഒരുപാടധികം സാധനങ്ങൾ കൂട്ടിയിട്ടുകൊണ്ട് ഈ അതിജീവിച്ച ആളുകൾ കത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും വിമാനം തങ്ങളുടെ മുകളിലൂടെ പറന്നു പോവുകയാണെങ്കിൽ ഈ തീ കണ്ട്, അതിൻ്റെ പുക കണ്ട് തങ്ങളെ രക്ഷിക്കാൻ വന്നാലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു നടപടി അവർ ചെയ്യുന്നത്. എന്നാൽ അതൊക്കെ തന്നെയും നിരാശയിലേക്ക് തന്നെ ചെന്ന് അവസാനിക്കുകയാണ്. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ റോബിൻസിന് അവിടെ നിന്നും യെല്ലോ പെയിൻറ്റ്, മഞ്ഞ നിറത്തിലുള്ള പെയിൻറ്റ് ലഭ്യമാകുന്നുണ്ട്. അയാൾ ആ പെയിൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് വിമാനത്തിൻ്റെ ചിറകിൽ ചില കാര്യങ്ങൾ എഴുതി വെക്കുകയാണ്. ലോപ്പസ് ഹെൻഡേഴ്സൺ വില്യംസ് ഡെഡ് എന്നായിരുന്നു അയാൾ അവിടെ കുറിച്ചു വെച്ചത്. ദിവസങ്ങൾ പിന്നെയും കടന്നു പോവുകയാണ്. വളരെയേറെ പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിലൂടെ ആ 6 ആളുകളും കടന്നു പോവുകയാണ്. ഒടുവിൽ 13-ാമത്തെ ദിവസം എത്തിച്ചേർന്നു. ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ ഏറെക്കുറെ തീർന്നു കഴിഞ്ഞിരുന്നു. ആകെക്കൂടെ അന്ന് അവർക്ക് കഴിക്കാനുണ്ടായിരുന്നത് ഒരു ആപ്രിക്കോട്ടിൻ്റെ ഏതാനും ചില കഷ്ണങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ അന്നേ ദിവസം അന്തരീക്ഷം പൊതുവെ ശാന്തമായിരുന്നു. പെട്ടെന്ന് വെച്ചുകൊണ്ടാണ് വലിയൊരു ശബ്ദം ആ 6 ആളുകൾക്കും കേൾക്കാൻ സാധിക്കുന്നത്. അവർ പെട്ടെന്ന് തന്നെ തങ്ങളുടെ ഷെൽട്ടറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ അവർക്ക് ആശ്വാസകരമായിട്ടുള്ള ആ കാഴ്ച അവർക്ക് കാണാൻ സാധിക്കുകയാണ്. തങ്ങൾക്ക് മുകളിലൂടെ തങ്ങളെ കണ്ടെത്തി കഴിഞ്ഞു എന്ന സന്തോഷത്തോടുകൂടെ റെസ്ക്യൂ ടീം വട്ടമിട്ട് പറക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണാൻ സാധിച്ചത്. 13 ദിവസങ്ങൾ അന്റാർട്ടിക്കയിലെ കൊടും തണുപ്പിന് അതിജീവിച്ച ആ 6 ആളുകളും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. പക്ഷേ അവിടെയും അവർക്ക് നേരിടേണ്ട ചില വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ആ ഒരു മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന റെസ്ക്യൂ പ്ലെയിൻ വെള്ളത്തിൽ മാത്രമേ ലാൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ സമീപത്തുള്ള ഒരു ലേക്കിലേക്ക് എത്തിച്ചേരണമെന്നൊരു നിർദ്ദേശം ആ റെസ്ക്യൂ ടീം താഴെയുള്ള സർവൈവേഴ്സിന് നൽകുകയാണ്. എന്നാൽ ഈ ലേക്ക് ആകട്ടെ ഏറെക്കുറെ 10 മൈൽസ് അഥവാ ഏറെക്കുറെ 15 കിലോമീറ്ററോളം ദൂരം വരും. അത്രയധികം ദൂരത്തിലാണുള്ളത്. അങ്ങോട്ടേക്ക് ചെന്ന് ആ ഒരു ലേക്കിന് സമീപത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു റെസ്ക്യൂ ടീമിൻ്റെ വിമാനത്തെ അവിടെ ലാൻഡ് ചെയ്തുകൊണ്ട് അതിൽ കയറിക്കൊണ്ട് ഈ അതിജീവിച്ച ആളുകൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തൊക്കെ തന്നെ ആയാലും ആ ഒരു ലേക്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ 6 ആളുകളും യാത്ര തിരിക്കുകയാണ്. ഈ ഒരു സമയമാകുമ്പോഴേക്ക് ഫ്രഞ്ചി തീരെ അവശനായിട്ടുണ്ടായിരുന്നു. അയാൾക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതിനാലൊക്കെ തന്നെയും വിമാനത്തിൻ്റെ തകർന്നു വീണ ചില അവശിഷ്ട ഭാഗങ്ങളിൽ അയാളെ കിടത്തിക്കൊണ്ട് ബാക്കിയുള്ള ആളുകൾ മഞ്ഞിലൂടെ അയാളെ വലിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്കുള്ള തങ്ങളുടെ പ്രയാണം നടത്തിയിരുന്നത്. ഏറെക്കുറെ 12 മണിക്കൂറോളം അവർ തങ്ങളുടെ യാത്ര അന്റാർട്ടിക്കയിലെ മൂടിക്കിടക്കുന്ന മഞ്ഞിലൂടെ, കൊടും തണുപ്പിലൂടെ നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അവർക്കങ്ങനെ ആ ഒരു ലേക്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയാണ്. അവിടെ അവരെയും കാത്തുകൊണ്ട് റെസ്ക്യൂ ടീം വിമാനവുമായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോസ് അതിൻ്റെ ആണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു.
അന്റാർട്ടിക്കയിലെ അതികഠിനമായിട്ടുള്ള തണുപ്പിനെയും വളരെ ശക്തമായിട്ടുള്ള തണുത്ത കാറ്റിനെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട്, അതിനുപരി വലിയൊരു വിമാനാപകടത്തിൽ നിന്ന് പോലും അതിജീവിച്ചുകൊണ്ട് ആ 6 ആളുകളും ഏറ്റവും അവസാനം ജീവിതത്തിലേക്ക് നീന്തി കയറുകയാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന 3 ആളുകളെ ഈ ഒരു വിമാനാപകടം നടന്ന സ്ഥലത്ത് തന്നെ മറവ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഇന്നും ഒരുപാട് വർഷങ്ങൾക്കിപ്പുറവും ആ 3 ആളുകളുടെയും മൃതദേഹങ്ങൾ അന്റാർട്ടിക്കയിലെ ആ ഭാഗത്ത് തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഒപ്പിയെടുത്തിരുന്ന റോബിൻസ് പകർത്തിയിരുന്ന ആ ക്യാമറയും ഇവരോടൊപ്പം അവിടെ എവിടെയോ ഒരു സ്ലീപ്പിംഗ് ബാഗിന് ഉൾഭാഗത്തായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ആ ഒരു പ്രദേശം ഒരുപാടധികം വർഷങ്ങൾ കടന്നു പോയതുകൊണ്ട് തന്നെ 100 മീറ്ററിലധികം ഉയരത്തിൽ മഞ്ഞു മൂടിയ അവസ്ഥയിലാണുള്ളത്. ഏതെങ്കിലും ഒരു കാലത്ത് ആ ക്യാമറയും മറ്റുമൊക്കെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു അപകടത്തിൻ്റെ തനത് ദൃശ്യങ്ങളെ നമുക്കും കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.